Reentrant cavities. In reentrant cavities, the metallic boundaries extend into the interior of the cavity. ഒരു ക്യാവിറ്റി ഉണ്ടാവും, ആ ക്യാവിറ്റീൻ്റെ എൻഡ് പോർഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗണ്ടറി ഇന്നർ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റീഎൻട്രൻറ്റ് കാവിറ്റീസ് എന്ന് പറയാം. So various types of reentrant cavities are coaxial cavity, radial cavity, tunable cavity, toroidal and butterfly cavity. In that, coaxial cavity is the commonly used one in microwave. So നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ലോ ഫ്രീക്വൻസീസിൽ നമ്മൾ ലംഡ് എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുക. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഹൈ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് വെൻ ഇറ്റ് കംസ് ടു മൈക്രോവേവ് ഫ്രീക്വൻസി, ലംഡ് എലമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ലംഡ് എലമെൻറ്റ്സ് യൂസ് ചെയ്താൽ നമ്മുടെ കാൽക്കുലേഷൻസ് അക്യുറേറ്റ് ആയിരിക്കില്ല. സോ ദാറ്റ് വി ആർ യൂസിങ് ഡിസ്ട്രിബ്യൂട്ടഡ് എലമെൻറ്റ്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഈ ഒരു ഹൈ ഫ്രീക്വൻസീസിൽ റെസൊണൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മെയിൻലി ഇൻഡക്റ്റൻസ് ആസ് വെൽ ആസ് കപ്പാസിറ്റൻസ് should be reduced to a minimum level. For that, inductance can be reduced by using a short wire, whereas in order to reduce the capacitance, we can use a reentrant cavity. So commonly these reentrant cavities were used in clystrons, microwave triode, traveling wave tube, etc. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റീഎൻട്രൻറ്റ് ക്യാവിറ്റി എന്ന് പറയുന്നത് കോയാക്സിയൽ ക്യാവിറ്റിയാണ്. കോയാക്സിയൽ ക്യാവിറ്റി മീൻസ് ഇറ്റ്സ് സെയിം ആസ് കോയാക്സിയൽ ലൈൻ. അതിൻ്റെ 2 എൻഡ്സും ഷോർട്ട് ചെയ്ത് വെച്ചേക്കായിരിക്കും. മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റർ വെച്ച് ജോയിൻ ചെയ്തേക്കാണ്. സോ ആ 2 കോയാക്സിയൽ ലൈൻസിൻ്റെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2b ആണ്. മിഡിൽ പോർഷൻ്റെ ആ ഇൻറ്റീരിയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2a ആണ്. സോ ഒരു കോയാക്സിയൽ ക്യാവിറ്റി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഡക്റ്റൻസ് കുറവായിരിക്കും, റെസിസ്റ്റൻസ് ലോസ്, ഷീൽഡിങ് എൻക്ലോഷർ ഉള്ളതുകൊണ്ട് റേഡിയേഷൻ ലോസ് കുറവായിരിക്കും, റെസിസ്റ്റൻസ് ലോസ് കുറവായിരിക്കും. നോർമലി റെസൊണൻറ്റ് ഫ്രീക്വൻസി നമ്മളൊരു അപ്രോക്സിമേഷൻ വെച്ചിട്ടാണ് കോയാക്സിയൽ ക്യാവിറ്റീൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക. So the characteristic impedance of a coaxial line can be written as Z0 is equal to 1 by 2 pi root of mu by epsilon ln b by a. So b എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ലെങ്ത് കോയാക്സിയൽ ലൈനിൻ്റെ ലെങ്ത് ആണെന്ന് അറിയാം. എ എന്ന് പറയുന്നത് ആ മിഡിൽ പോർഷൻ്റെ ലെങ്ത് ആണ്. മ്യൂ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി, എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റിയാണ്. ദെൻ ഇൻപുട്ട് ഇംപിഡൻസ് to each shorted coaxial line is given as Zin is equal to j Z0 tan beta L. ട്രാൻസ്മിഷൻ ലൈനിൽ യൂസ് ചെയ്യുന്നുള്ള ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. വേർ L is the length of the coaxial line, Z0 is the characteristic impedance. Then substitute Z0 in equation number 2. So Zn is equal to j by 2 pi into root of mu by epsilon ln b by a tan beta L. ദെൻ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് XL എന്ന് പറയുന്നത് 2 πfl ആണ്. സോ L ക്യാൻ ബി റിട്ടൺ ആസ് L is equal to 2x in by ഒമേഗ ആണ്. സെഡിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 by pi ഒമേഗ റൂട്ട് ഓഫ് മ്യൂ ബൈ എപ്സിലോൺ ln b by a tan beta L. ദെൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നതും സെയിം എപ്സിലോൺ a by d ആണ്. അതേ ഇക്വേഷൻ തന്നെയാണ്. ഏരിയയ്ക്ക് പകരം ആ ഇക്വേഷൻ എഴുതിയെന്നേ ഉള്ളൂ, എപ്സിലോൺ പൈ a സ്ക്വയർ ബൈ d. ഇത്രയും ബേസിക് ഇക്വേഷൻസ് ആണ്. ദെൻ റെസൊണൻറ്റ് കണ്ടീഷൻ വരികയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ റെസൊണൻറ്റ് കണ്ടീഷനിലാണ് നിങ്ങൾക്ക് മാക്സിമം കിട്ടുക, മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക, അല്ലെങ്കിൽ പീക്ക് വോൾട്ടേജ് കിട്ടുക. സോ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് will be equal to the capacitive reactance, that is omega L is equal to 1 by omega Cg. Lൻ്റെ വാല്യൂ അറിയാം, സി ജിയും അറിയാം. ഈ 2 ഇക്വേഷൻസും ഇക്വേഷൻ നമ്പർ 4 and 5 ഇക്വേഷൻ്റെ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then you will be getting the final result as tan beta L is equal to dV by omega a square ln b by a. The solution to this equation gives the resonant frequency of a coaxial cavity. So ഒരു ഇക്വേഷനിൽ ടാൻജൻറ്റ് ടേം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ you will be getting infinite number. So that's why we are saying for a reentrant cavity it can support
infinite number of resonant frequency or infinite number of modes.